ഞാൻ വാണി. ഹായ്, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ. ഹായ് വാണി, സ്നേഹം അമൂല്യമാണ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. ഇന്ന് എന്റെ ആത്മകഥ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ യഥാർത്ഥ തുടക്കം കുറിക്കുന്നു. ഈ എപ്പിസോഡിൽ എന്റെ ജീവിതത്തിലെ 2 പ്രധാന അധ്യായങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടും. ഒന്നാമതായി, ഒരു അധ്യാപിക എന്ന നിലയിലുള്ള എന്റെ വർത്തമാനം. എന്റെ മിടുക്കിയായ വിദ്യാർത്ഥിനി സൗമ്യ, അവളുടെ പഠനത്തിൽ നിന്ന് പെട്ടെന്ന് ശ്രദ്ധ മാറിയത് എന്തുകൊണ്ട്? ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അവളെ മനസ്സിലാക്കാനും 100% മാർക്കുകളുടെ ലക്ഷ്യത്തിലേക്ക് അവളെ തിരികെ കൊണ്ടുവരാനും കഴിയുമോ? രണ്ടാമതായി, 16 വയസ്സിൽ എന്റെ ഭൂതകാലം. അവിടെ അമ്മയുടെ അസാധാരണ ഗർഭം എന്നെ അഗാധമായ ലജ്ജയിലും മടിയിലും ആഴ്ത്തി. അമ്മയോട് ഞാൻ പറഞ്ഞ നിഷ്കളങ്കമായ ഒരു നിരീക്ഷണം അവളെ മാനസികമായി അത്രത്തോളം ദുർബലപ്പെടുത്തി. അവളും ജനിക്കാനിരുന്ന കുട്ടിയും അകാലത്തിൽ മരിച്ചുപോയി. ഈ സംഭവം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായി മാറി. ഞാൻ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമായി മാറരുത്. ഒരു വ്യക്തിപരമായ ദുരന്തം എന്റെ ചിന്താരീതിയെ ശാശ്വതമായി എങ്ങനെ മാറ്റിയെന്ന് കേൾക്കുക. കഥ തുടരുന്നു. പ്രേം അൻമോൾ ഹോദ. ഹായ് വാണി പീൽ. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എപ്പിസോഡ് 2, അമ്മയുടെ പശ്ചാത്തതാപവും മകളുടെ പുതിയ തീരുമാനവും. 3 പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള മിന്നലാട്ടങ്ങൾ അവതരിപ്പിച്ച ശേഷം ഞാൻ വാണി എന്റെ ആത്മകഥ എന്ന് വിളിക്കപ്പെടുന്നതിന് എഴുതാൻ തുടങ്ങുന്നു. മെറിറ്റ് വിദ്യാർത്ഥിനിയായ സൗമ്യ കഴിഞ്ഞ വർഷം വരെ കണക്ക് ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു. ഈ വർഷം 10ാം ക്ലാസ്സിൽ അവൾ എന്തുകൊണ്ടാണ് നന്നായി പഠിക്കാത്തതെന്ന് എനിക്കറിയില്ല. അവളുടെ അധ്യാപികയായ ഞാൻ വാണി ഇത് കണ്ട് ഇന്ന് വളരെ അസ്വസ്ഥയാണ്. 5 വർഷം മുമ്പ് ഞാൻ ഈ സ്കൂളിൽ സൈക്കോളജി അധ്യാപികയായി നിയമിതയായി. 2 വർഷം മുമ്പ് സ്കൂളിലെ കണക്ക് അധ്യാപിക വിദേശത്ത് താമസിക്കുന്ന ഒരു ആൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഇക്കാരണത്താൽ അവൾ പെട്ടെന്ന് രാജിവെച്ചു. തൽഫലമായുണ്ടായ ഒഴിവ് എന്റെ സമ്മതത്തോടെ താൽക്കാലികമായി നികത്തി. ഈ അവസരം എനിക്ക് ലഭിക്കാൻ കാരണം സ്കൂൾ ഉടമയായ ആൾക്ക് ടീച്ചർ എന്നോട് കാണിച്ച പ്രത്യേക താൽപര്യമാണ്. ഞാൻ കണക്ക് പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ബി.എഡ്. ബിരുദമില്ലാതെ ഞാനൊരു ലെക്ചറായി പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ 11ാം ക്ലാസ്സുകാർക്കും 12ാം ക്ലാസ്സുകാർക്കും സൈക്കോളജി പഠിപ്പിക്കുന്നതിനൊപ്പം 6ാം ക്ലാസ്സുകാർക്കും 7ാം ക്ലാസ്സുകാർക്കും കണക്ക് പഠിപ്പിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു. കണക്ക് എന്റെ പ്രിയപ്പെട്ട വിഷയമായിരുന്നു. അതിനാൽ ചില ശ്രമങ്ങളിലൂടെ ഞാൻ കണക്ക് നന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കണക്കിൽ താൽപ്പര്യമുള്ള പെൺകുട്ടികൾക്ക് ഞാൻ പ്രിയപ്പെട്ട അധ്യാപികയായി. ഞാൻ കണക്ക് ക്ലാസുകൾ എടുക്കുന്ന ഈ താൽക്കാലിക ക്രമീകരണം ഇപ്പോൾ സ്ഥിരമായി. ഇതിനായി സ്കൂൾ മാനേജ്മെന്റ് എനിക്ക് നല്ല ശമ്പള വർധനവും നൽകി. കണക്കിനായുള്ള 6ാം ക്ലാസ്സിനൊപ്പം ഇപ്പോൾ ഓരോ വർഷവും ഒരു ഉയർന്ന ക്ലാസ് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കണക്ക് പഠിപ്പിച്ച എന്റെ ആദ്യ വർഷത്തിൽ സൗമ്യ 6ാം ക്ലാസ്സിലായിരുന്നു. ഇന്ന് അവൾ 10ാം ക്ലാസ്സിലാണ്. ഒപ്പം ഞാൻ 9ാം ക്ലാസ്സുകാർക്കും 10ാം ക്ലാസ്സുകാർക്കും കണക്ക് ക്ലാസുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ചില ഇഷ്ടപ്പെട്ട അധ്യാപകരുള്ളതുപോലെ അധ്യാപകർക്കും ചില ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാകും. അവളുടെ കഠിനാധ്വാനവും ബുദ്ധിയും കാരണം സൗമ്യ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളാണ്. കഴിഞ്ഞ 4 വർഷമായി ഓരോ പരീക്ഷയിലും അവൾ സ്ഥിരമായി കണക്കിൽ 100% മാർക്ക് നേടുന്നു. അതിനാൽ ഒരു പ്രധാന ക്ലാസ്സായ 10ാം ക്ലാസ്സിൽ അവളുടെ പഠനത്തിൽ പെട്ടെന്നുണ്ടായ ശ്രദ്ധമാറ്റം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയ്ക്ക് കാരണമായി. ഒരേ സമയം 4 ക്ലാസുകൾ എടുക്കുന്ന എന്നെപ്പോലുള്ള അധ്യാപകർക്ക് ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേക ശ്രദ്ധ നൽകാൻ കഴിയില്ല. കഴിഞ്ഞ 4 വർഷമായി സൗമ്യ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളായതിനാൽ അവൾക്ക് എന്റെ വ്യക്തിപരമായ ശ്രദ്ധ ലഭിക്കുന്നു. അവൾ ഓരോ പരീക്ഷയിലും 100% മാർക്ക് നേടുന്നത് തുടരണമെന്നും ഈ വർഷത്തെ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലും അതുതന്നെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കൂളിനും എനിക്കും അഭിമാനം കൊണ്ടുവരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി എല്ലാ ക്ലാസുകളിലും കണക്കിൽ 100% മാർക്ക് നേടാൻ കഴിഞ്ഞാൽ അത് എനിക്ക് വലിയ സന്തോഷത്തിനുള്ള കാരണമാകും. അതുകൊണ്ട് സൗമ്യ ത്രൈമാസ പരീക്ഷയിൽ 80% മാർക്ക് നേടിയപ്പോൾ അത് എന്നെ വളരെയധികം നിരാശപ്പെടുത്തി. തലേദിവസം വീട്ടിലിരുന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചു. സൗമ്യയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ എന്റെ സൈക്കോളജിക്കൽ വൈദഗ്ധ്യം ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പരിഹരിക്കാനും ഈ വർഷവും 100% മാർക്ക് നേടാൻ അവളെ പ്രേരിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആ തീരുമാനമനുസരിച്ച് ഈ അവധി ദിവസത്തിൽ ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ ഞാൻ സൗമ്യയോടൊപ്പം ഇരിക്കുകയാണ്. 11 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 2 സഹോദരങ്ങളാണ്. എന്റെ ജ്യേഷ്ഠൻ മായങ്ക് എന്നേക്കാൾ 3 വയസ്സ് കൂടുതലാണ്. എനിക്ക് 16 വയസ്സായപ്പോൾ ഒരു ദിവസം അമ്മയ്ക്ക് 45ാം വയസ്സിൽ വീണ്ടും ഗർഭമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇതൊരു വളരെ അസാധാരണമായ സംഭവമാണ്. മായങ്ക് ബയ്യയുടെ വികാരങ്ങൾ എനിക്കറിയില്ല. എന്നാൽ ഇത് കാരണം എനിക്ക് വലിയ ലജ്ജ തോന്നി. അവൾ പ്രസവിച്ച് നമ്മുടെ അനിയനോ അനിയത്തിയോ ജനിക്കുമ്പോൾ ഈ സത്യം എന്റെ അയൽക്കാരോടും കൂട്ടുകാരോടും എങ്ങനെ പറയുമെന്ന് ഞാൻ നിരന്തരം വിഷമിച്ചു. ചെറിയ കാര്യങ്ങൾക്കുപോലും പെൺകുട്ടികൾ പരസ്പരം കളിയാക്കുകയും ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രവണതയാണെന്ന് എനിക്കറിയാം.
അങ്ങനെയെങ്കിൽ ഇത്രയും വലിയൊരു കാര്യത്തിന് പെൺകുട്ടികൾ തീർച്ചയായും എന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. കുഞ്ഞിന് ജന്മം നൽകുന്നതിനു പകരം ഗർഭഛിദ്രം നടത്താൻ അമ്മയോട് ആവശ്യപ്പെടണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ചു ദിവസങ്ങൾ ഈ നിരാശയിൽ തുടർന്നു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മേ, എനിക്കിനി സഹോദരങ്ങൾ വേണ്ട. ദയവായി ഇതിന് ജന്മം നൽകരുത്, ഞാൻ അമ്മയോട് ഒറ്റയ്ക്ക് പറഞ്ഞു. അമ്മ എന്റെ മുഖത്തേക്ക് നിസ്സഹായയോടെ നോക്കി നിശബ്ദയായി നിന്നു. അമ്മേ, എന്തിനാണ് നിശബ്ദയായിരിക്കുന്നത്? ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ പരാതിപ്പെട്ടു. അമ്മ എന്റെ മുഖത്തേക്ക് നിസ്സഹായയോടെ നോക്കി നിശബ്ദയായി നിന്നു. വാണി, ഞങ്ങളൊരു തെറ്റ് ചെയ്തു. ഇപ്പോൾ അത് ശരിയാക്കാൻ എനിക്ക് വഴിയില്ല. അമ്മ തന്റെ നിസ്സഹായ പ്രകടിപ്പിച്ചു. നിങ്ങളൊരു പരിഹാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തും അമ്മേ, ഒരു പദ്ധതി നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. നിങ്ങളുടെ അച്ഛനും ഗർഭഛിദ്രം ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പക്ഷേ എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം ഞങ്ങളുടെ തെറ്റുമൂലം സംഭവിച്ചു. ഈ നിഷ്കളങ്കനായ കുഞ്ഞിന് എന്ത് തെറ്റ്? അമ്മയുടെ ശബ്ദം സംസാരിക്കുമ്പോൾ ഇടറി. അവൾ അറിയാതെ വയറ്റിൽ കൈവച്ചു. ഒരുപക്ഷെ അമ്മയുടെ വികാരം സ്വന്തമായി മനസ്സിലാക്കാൻ കഴിയാത്തത്ര ചെറുപ്പമായിരുന്നു ഞാൻ. അമ്മ പറഞ്ഞതിനു ശേഷമാണ് ഗർഭഛിദ്രത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്കും അമ്മ കരഞ്ഞു തളർന്നിരുന്നു. വാണി, അച്ഛന് വേണ്ട, നിനക്കും വേണ്ട. സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിൽ വീണ്ടും അമ്മയാകാൻ എനിക്ക് ശക്തിയില്ല. എനിക്കും 2ൽ കൂടുതൽ കുട്ടികൾ വേണ്ട. ഈ ദിവസങ്ങളിൽ എനിക്ക് പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും കണ്ണുകളിൽ നോക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് വലിയ ലജ്ജ തോന്നുന്നു. എന്നിട്ടും എന്റെ സ്വന്തം കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊല്ലും? അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായി മാറി. ഒരു കാലത്ത് ഞാനും എന്റെ അമ്മയുടെ വയറ്റിലായിരുന്നു. അമ്മ പറഞ്ഞതിനു ശേഷമാണ് ഈ ചിന്ത എനിക്ക് വന്നത്. അന്ന് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം അമ്മ ഗർഭഛിദ്രം നടത്തിയിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മരിച്ചുപോകുമായിരുന്നു. ഇന്ന് അമ്മയോട് ഇങ്ങനെയൊരു കാര്യം പറയാൻ ഞാൻ ജീവിച്ചിരിക്കുകയുമില്ലായിരുന്നു. എന്റെ ശരീരം വിറച്ചു. ഞാനും കരയാൻ തുടങ്ങി. അമ്മേ, ദയവായി എന്നെ ക്ഷമിക്കൂ. അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അത് ചെയ്യുന്നതിനുമിടയിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇതൊരിക്കലും പറയില്ലായിരുന്നു. ഞാൻ അവളോട് ക്ഷമ ചോദിച്ചു. ഞാൻ കരയുന്നത് കണ്ടപ്പോൾ അമ്മയുടെ കണ്ണുനീർ നിലച്ചു. എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ നിർത്താൻ എന്റെ തലയിൽ തലോടി. അവൾ എന്റെ കണ്ണുനീർ തുടച്ചു. അമ്മേ, നിങ്ങളുടെയോ എന്റെയോ അപമാനമോ മടിയോ ഒരു നിഷ്കളങ്കനായ കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതല്ല. ഞാനിനി ഒരിക്കലും അങ്ങനെയൊന്ന് ചിന്തിക്കുകയോ പറയുകയോ ഇല്ല. എന്റെ സ്വരം ദൃഢമായി. വാണി, ഞാൻ എന്റെ അമ്മയെപ്പോലെ, നിന്റെ അമ്മൂമ്മയെപ്പോലെ എന്നെ തന്നെ രൂപപ്പെടുത്തി. എന്റെ അമ്മ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമുണ്ടാക്കിയില്ല. ഞാനും എപ്പോഴും അതുതന്നെയാണ് ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്തത്. കുടുംബത്തിലെല്ലാവർക്കുമിടയിൽ ഞാനൊരു പരിഹാരമായിരിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു. ആർക്കും ഒരു പ്രശ്നമുണ്ടാക്കരുത്. ഞങ്ങളുടെ തെറ്റുമൂലം ഞങ്ങൾ കുട്ടികൾക്ക് ഈ പ്രശ്നം സൃഷ്ടിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. അമ്മയുടെ ശബ്ദത്തിൽ പശ്ചാത്താപത്തിന്റെ സ്വരമുണ്ടായിരുന്നു. അമ്മേ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അനിയത്തിയോ അനിയനോ ഞങ്ങൾക്കൊരു പ്രശ്നമാകില്ല. പകരം അവർ എപ്പോഴും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. ഞാൻ അമ്മയുടെ മനോധൈര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയുടെ മുഖത്ത് കൃതജ്ഞതയുടെ ഒരു ഭാവം പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഞങ്ങളുടെ സംഭാഷണം അവസാനിച്ചു. ഈ ചർച്ച എന്റെ ജീവിതത്തിന് ഒരു പ്രത്യേക മൂല്യം നൽകി. ഞാൻ തീരുമാനിച്ചു, ഞാനും ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമായി മാറരുത്. 10 മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് വളരെയധികം പക്വത പ്രാപിച്ചതായി എനിക്ക് തോന്നി. മുമ്പ് ജീവിതത്തിന്റെ പ്രത്യേക സ്വഭാവം എന്റെ കാഴ്ചയിൽ വ്യക്തമായിരുന്നില്ല. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ഇപ്പോൾ എല്ലാവരുടെയും ജീവിതവും എന്റെ ജീവിതവും കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ഈ വിഷയം അയൽപ്പക്കത്തെ പെൺകുട്ടികൾ വഴി സ്കൂളിലെത്തി. അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ എന്റെ സഹപാഠികൾ അവർക്ക് തോന്നുമ്പോൾ എന്നെ കളിയാക്കാനും വഷളാക്കാനും തുടങ്ങി. ഞാൻ അവരെ എത്രത്തോളം അവഗണിച്ചാലും ദുഃഖത്തോടെ തല കുനിച്ചു. ഞാൻ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചു. ഈ പെൺകുട്ടികൾക്ക് എന്റെ അതേ പ്രായമാണ്. പക്ഷേ ഈ സംഭവം കാരണം എനിക്ക് വന്ന പക്വത അവരുടെ കാഴ്ചപ്പാടിലേക്കും ചിന്തയിലേക്കും വന്നില്ല. വാണി, ഇപ്പോൾ എന്റെ പ്രായമാണ് കുട്ടികളെ പ്രസവിക്കാൻ. നീ ഇപ്പോൾ കുട്ടികളെ പ്രസവിക്കുന്നത് നിർത്തണം എന്ന് അമ്മയോട് എന്തുകൊണ്ട് പറയുന്നില്ല? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാൾ എന്നെ കളിയാക്കിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ഇത് പറഞ്ഞു. സത്യത്തിൽ ആ ദിവസം അവരുടെ നിഷ്കളങ്കതയാൽ ഉണർത്തപ്പെട്ട ക്രൂരത എല്ലാവരുടെയും മുന്നിൽ എന്നെ അവിടെയിരുന്ന് കരയാൻ നിർബന്ധിച്ചു. കരഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസിന്റെ പിന്നിലെ മേശക്കരികിലേക്ക് പോയി. എന്റെ കരച്ചിൽ കാരണം എന്റെ കൂട്ടുകാരുടെ ഹൃദയം അലിഞ്ഞുവോ അല്ലെങ്കിൽ അവർ അവരുടെ തമാശയിലും പരിഹാസത്തിലും അഭിമാനം കൊണ്ടുവോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ പിന്നിലെ മേശയിൽ ഇരിക്കാൻ തുടങ്ങി. ഞാൻ ആരോടും സംസാരിക്കുന്നില്ല. എന്റെ മനസ്സും സമയവും പഠനത്തിനും പരിശീലനത്തിനും കൂടുതൽ നീക്കിവെക്കാൻ തുടങ്ങി. അപ്പോൾ എന്റെ കൂട്ടുകാർ എന്നെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻട്രൻസ് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഞാൻ ആഴത്തിൽ വേദനിക്കുമെങ്കിലും പുറമെ അവരോട് പറയുന്നു. ഞാൻ അസ്വസ്ഥയാണെന്ന് അവർ തീർച്ചയായും മനസ്സിലാക്കി.
അവർ എന്നെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും തമാശ പറയുന്നതും നിർത്തി. എന്റെ 11ാം ക്ലാസ് പരീക്ഷകൾ അവസാനിച്ചു. അപ്പോഴാണ് അമ്മയുടെ പ്രസവ ദിവസം വന്നത്. ഒരുപക്ഷെ അമ്മയുടെ പ്രായം കാരണമോ അല്ലെങ്കിൽ അവളുടെ മാനസിക ബലഹീന കാരണമോ ആകാം, പക്ഷേ അവളുടെ അവസ്ഥ മോശമായി. അവളെ ഉടൻ ഒരു നല്ല, വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. മായങ്ക് ബയ്യയുടെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി അച്ഛൻ തന്റെ സാമ്പത്തിക സ്ഥിതിക്ക് താങ്ങാനാവുന്നതിലും കൂടുതൽ പണം ചെലവഴിച്ചിരുന്നു. അമ്മയെ ജില്ലാ ആശുപത്രിയിൽ മാത്രമേ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അവിടെ ഡോക്ടർമാർക്ക് അമ്മയെ രക്ഷിക്കാനായില്ല. എന്റെ അമ്മയും ജനിക്കാനിരുന്ന കുഞ്ഞും അകാലത്തിൽ മരിച്ചുപോയി. ഇതൊരു വലിയ ദുരന്തമായിരുന്നു. എന്റെ അമ്മയുടെ മരണത്തിന് എവിടെയോ ഞാനും ഉത്തരവാദിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അമ്മയോട് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ മാനസികമായി ദുർബലയാകുമായിരുന്നില്ല. ഈ സാഹചര്യം സുരക്ഷിതമായി മറികടക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു. എന്റെ തെറ്റിന് ഞാൻ വലിയ വില നൽകി. എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന പെൺകുട്ടികൾ ഇപ്പോൾ സഹതാപം പ്രകടിപ്പിച്ചു. അവരുടെ തെറ്റ് തിരുത്തിയത് എനിക്കൊരു അർത്ഥവും നൽകിയില്ല. ദുഃഖം എന്നെ ശാശ്വതമായി മൂടി. അതിനുശേഷം ഞാൻ എന്റെ എല്ലാ ജോലികളും നിശബ്ദമായി ചെയ്യാൻ തുടങ്ങി. എന്റെ പഠനത്തിൽ എന്നെത്തന്നെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ 12ാം ക്ലാസ്സിലെത്തി. അപ്പോൾ രാഗിണി ടീച്ചർ എന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും എന്റെ ആവേശം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൾ പലതവണ എന്നോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്റെയും എന്റെയും മാനസികാവസ്ഥയെക്കുറിച്ച് അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, വാണി, ഒരു വ്യക്തിയുടെ പ്രയാസകരമായ സമയവും കടന്നുപോകും. അവൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ നഷ്ടപ്പെട്ട എന്റെ അമ്മയുടെ ചിത്രം ഞാൻ അവളിൽ കണ്ടു. ജെമിനിയുടെ വിമർശനവും ക്രിയേറ്റീവ് മാർഗനിർദ്ദേശവും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ പ്രേം അൻമോൾ ഹോദ ഹായ് വാണിയുടെ എപ്പിസോഡ് 2 അവസാനിക്കുന്നു. കഥാഘടനയുടെയും വൈകാരിക ആഴത്തിന്റെയും കാര്യത്തിൽ ഈ എപ്പിസോഡ് മികച്ചതാണ്. എപ്പിസോഡ് 2 ശക്തിയും ഘടനയും. മികച്ച ആഖ്യാന വിഭജനം. എപ്പിസോഡ് വാണിയുടെ വർത്തമാനകാലം, അധ്യാപിക സൗമ്യ എന്ന വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള ആശങ്ക, വാണിയുടെ ഭൂതകാലം, 16 വയസ്സ്, അമ്മയുടെ ഗർഭധാരണവും മരണവും എന്നിവയ്ക്കിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വർത്തമാനം. വാണിയുടെ ആശങ്ക, സൗമ്യയുടെ മാർക്കുകൾ കുറഞ്ഞത് എന്തുകൊണ്ട് അവളെ ഒരു കരുതലുള്ള, കടമ നിർവഹിക്കുന്ന അധ്യാപികയായി സ്ഥാപിക്കുന്നു. ഭൂതകാലം. അമ്മയുടെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള സാമൂഹിക സമ്മർദ്ദം, സുഹൃത്തുക്കളുടെ പരിഹാസം, അമ്മയുടെ അകാല മരണം തുടങ്ങിയ സംഭവങ്ങൾ വാണിയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയ്ക്കും നീതിബോധത്തിനും ജന്മം നൽകുന്നു. ഒരു ധാർമ്മിക തത്വത്തിന്റെ ജനനം. ഞാൻ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമായി മാറരുത് എന്ന വാണിയുടെ തീരുമാനം അമ്മയുടെ മരണത്തിൽ നിന്നും സുഹൃത്തുക്കളുടെ കളിയാക്കലിൽ നിന്നും വന്നത് മുഴുവൻ പരമ്പരയ്ക്കും ധാർമ്മിക തത്വം രൂപപ്പെടുത്തുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട തത്വശാസ്ത്രപരമായ കാര്യമാണ്. വൈകാരിക സമ്മർദ്ദം. അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം, പ്രത്യേകിച്ച് അമ്മ, എന്റെ സ്വന്തം കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊല്ലും എന്ന് പറയുന്നത്, ഒരു നിഷ്കളങ്കനായ കുഞ്ഞിന്റെ ജീവനെതിരായ സാമൂഹിക ലജ്ജയുടെ താരതമ്യ വിശകലനം ശ്രോതാക്കളെ ആഴത്തിൽ സ്പർശിക്കും. വാണിയുടെ സ്വഭാവം യാഥാർത്ഥ്യം, പോരാട്ടം, സ്വയം ത്യാഗം എന്നിവയുടെ അടിത്തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഈ എപ്പിസോഡ് തെളിയിക്കുന്നു. ഓഡിയോ അവതരണത്തിനുള്ള മാർഗനിർദ്ദേശം. വാണിയുടെ ശബ്ദം. ഒരു അധ്യാപികയായി വർത്തമാനം. വാണിയുടെ ശബ്ദം പ്രൊഫഷണൽ ആശങ്കയും അല്പം അഭിമാനവും. 100% മാർക്ക് നേടിയതിലുള്ള അഭിമാനം അറിയിക്കണം. ഒരു കൗമാരക്കാരിയായി ഭൂതകാലം. 16 വയസ്സുള്ള വാണിയുടെ സംഭാഷണം ഉയർന്ന ടോണിലും അരക്ഷിതാവസ്ഥയുടെ ഒരു വികാരത്തോടെയും വായിക്കണം, പ്രത്യേകിച്ച് അമ്മയോട് ഗർഭഛിദ്രത്തിനായി ആവശ്യപ്പെടുന്ന നിമിഷത്തിൽ. വികാരപരമായ നിമിഷങ്ങൾ. സംഭാഷണം. അമ്മയുടെ കരച്ചിലും പശ്ചാത്തതാപവും. ഉദാഹരണത്തിന്, ഞങ്ങളുടെ തെറ്റുമൂലം ഞങ്ങൾ കുട്ടികൾക്ക് ഈ പ്രശ്നം സൃഷ്ടിച്ചതിന് ഒരു സാവധാനത്തിലുള്ളതും ഇടറിയതുമായ സ്വരത്തിൽ നൽകണം. പരിഹാസം. കൂട്ടുകാരുടെ പരിഹാസം. ഇപ്പോൾ എന്റെ പ്രായമാണ് കുട്ടികളെ പ്രസവിക്കാൻ. അവരുടെ ക്രൂരതയുടെ അർത്ഥം വ്യക്തമാകുന്നതിനായി ഉയർന്നതും സന്തോഷകരമായതും നേരിയ മൂർച്ചയുള്ളതുമായ ശബ്ദത്തിൽ നൽകണം. സംഗീതം. അമ്മയുടെ മരണം, വാണിയുടെ ദുഃഖകരമായ നിമിഷങ്ങൾ എന്നിവയുടെ വിവരണ സമയത്ത് വളരെ മന്ദഗതിയിലുള്ളതും വിഷാദകരവും ഏകാന്തവുമായ സംഗീതമുണ്ടായിരിക്കണം. രാഗിണി ടീച്ചർ കടന്നുവരുമ്പോൾ സംഗീതം പ്രതീക്ഷയുടെയും സുരക്ഷിതത്വത്തിന്റെയും വികാരം കൊണ്ടുവരണം. എപ്പിസോഡ് 2 അവസാനിച്ചു.